ശ്രീ ബി ഗോപാലകൃഷ്ണൻ നേരിട്ടാണ് ചോദ്യം. എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് തരൂർ ഇങ്ങനെ അനഭിമതനാകുന്നു? നേരിട്ടുള്ള ഉത്തരം, തരൂര് കോൺഗ്രസിൻ്റെ ഇന്ദിരാഭവനിൽ ചായ കൊടുക്കുന്ന അല്ലെങ്കിൽ ചായ എടുത്തു കൊടുക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനല്ല. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെയും പാദസേവ ചെയ്യുന്ന ഒരു കോൺഗ്രസ്സുകാരനല്ല. പരമ്പരാഗത ശൈലിയിൽ കതറിട്ട് വെള്ളത്തൊപ്പി വെച്ച് ഗാന്ധിജിയുടെ പേര് അടിച്ചു മാറ്റിയ പാരമ്പര്യത്തിന് സാക്ഷിപത്രം ഒപ്പിട്ട് കൊടുത്ത ഒരു കോൺഗ്രസ്സുകാരനുമല്ല. നെഹ്റു കുടുംബത്തിന് ശശി തരൂരിനോട് അസൂയയാണ്. നെഹ്റു കുടുംബത്തിൻ്റെ അസൂയ ശശി തരൂരിനോട് പല പ്രാവശ്യം പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അതേപോലെ ശശി തരൂർ നെഹ്റു കുടുംബത്തിൻ്റെ അടിമവേല ചെയ്യുന്ന കോൺഗ്രസ്സുകാരനല്ല എന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യം പല വേദിയിൽ പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്ന് കോൺഗ്രസ്സുകാർ ഒരിക്കലും പറയില്ല. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചാൽ ഹമാസ് ഭീകര സംഘടനയാണെന്ന് പറയാൻ പറ്റുമോ? ഹമാസ് ഭീകര സംഘടനയാണെന്ന് പറഞ്ഞാൽ പിന്നെ കാസർഗോഡേക്ക് ചെല്ലണ്ട. കാസർഗോഡ് MP ആയപ്പോൾ നെറ്റിയിലെ പൊട്ട് മായ്ച്ച ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അല്ലെങ്കിൽ ഹൈബി ഈഡനോടോ അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസിനോടോ അല്ലെങ്കിൽ കെ മുരളീധരനോടോ ഹമാസ് ഭീകരവാദിയാണോ എന്ന് ചോദിച്ചാൽ എന്തുത്തരവാ തരിക? ഇസ്രയേലിനെ അനുകൂലിച്ച ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ഒരു MP ആണ് ശശി തരൂർ. ശശി തരൂർ ഇതിനു മുമ്പ് പല പ്രാവശ്യം പല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിനെതിരെയും അദ്ദേഹം കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം വിമത MP-മാരുടെ ഗുലാം നബി ആസാദ് അടക്കമുള്ള കപിൽ സിബൽ അടക്കമുള്ള വിമത MP-മാർ കത്തയച്ചപ്പോൾ ആ കത്തയച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും ആ കത്തയച്ചതിലും ശശി തരൂരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഇന്ന് സംസാരിച്ച ഞാൻ മറ്റ് രാഷ്ട്രീയമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ വല്ലാതെ ആകർഷിച്ചു. രാഷ്ട്രീയത്തിനപ്പുറമാണ് രാഷ്ട്രം. രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് നെഹ്റു കുടുംബത്തിലെ ഒരു അംഗം പറയോ? നെഹ്റു കുടുംബം ഉണ്ടെങ്കിലേ രാഷ്ട്രമുള്ളൂ എന്നാണ് പറയുക. നെഹ്റു കുടുംബം ഉണ്ടെങ്കിലേ രാഷ്ട്രമുള്ളൂ എന്ന് പറയുന്നവരാണ് കോൺഗ്രസ്സിലെ നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യവും നെഹ്റു കുടുംബത്തിന് പാദസേവ ചെയ്യുന്നവരും. ആ പാദസേവ ചെയ്യുന്നവരിൽ നിന്ന് വ്യത്യസ്തനാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ ഭാഷ വളരെ കൃത്യമാണ്. രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നാഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാട് പോലെ തന്നെ രാജ്യമാണ് ആദ്യം എന്ന ഒരു ചിന്ത ശശി തരൂർ മുന്നോട്ട് വെച്ചു. ശശി തരൂർ ആ മുന്നോട്ട് വെച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് ഒരു പരിധിവരെ, ഒരു സർട്ടൻ പരിധിവരെ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോരാട്ടങ്ങളോടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെയും എല്ലാം ചിന്തിക്കുന്നത് പോലെയായിരുന്നു, ശ്ലാഘിക്കുന്നത് പോലെയായിരുന്നു. അഥവാ ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളോടൊപ്പം അത് ശരിയെന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു ശശി തരൂർ. എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാനാണ് രാഹുൽ ഗാന്ധിക്ക് താല്പര്യം. എത്ര വിമാനം പാകിസ്ഥാനിൽ തകർത്തു എന്ന് ചോദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുന്നില്ല. ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു? ചിദംബരം കട്ടവ ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്ന് എന്തിനാണ് രാഹുൽ ഗാന്ധി വല്ലാതെ ഇങ്ങനെ വിഷമിക്കുന്നത്? പുതിയൊരു ചോദ്യവുമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പാകിസ്ഥാനെ അത് അറിയിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചോദ്യം. ഞാൻ വേണമെങ്കിൽ അതിന് ഉത്തരം, വാസ്തവത്തിൽ ഞാനത് പറയാം, അതിന് ഉത്തരം വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പാകിസ്ഥാനെ അറിയിച്ചു എന്നുള്ളതിന് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി ശ്രീലങ്കയിലേക്ക് അവർ ഭക്ഷണപ്പൊതിയുമായിട്ട് എയർഫോഴ്സിനെ അയച്ചിരുന്നു. അന്ന് അയക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ശ്രീലങ്കൻ പ്രതിരോധ മന്ത്രിയുമായിട്ട് ഇന്ത്യ സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഭക്ഷണപ്പൊതി അയക്കുന്നുണ്ട്, ഞങ്ങൾ അയക്കുന്ന ഭക്ഷണപ്പൊതി വിതരണം ചെയ്ത് ഞങ്ങളുടെ എയർഫോഴ്സ് തിരിച്ചു വരും, ഞങ്ങളുടെ വിമാനങ്ങൾ തിരിച്ചു വരും, ആ വിമാനത്തെ തൊട്ടാൽ
പിന്നെ ഇറ്റ് വിൽ ബി മെറ്റ് വാർ എന്ന രീതിയിൽ അത് കൺസിഡർ ചെയ്യും എന്ന ഒരു താക്കീതോട് കൂടിയിട്ടാണ് അത് അന്ന് അങ്ങനെ ചെയ്തത്. ഇതൊക്കെ സ്വാഭാവികം. ഇതൊന്നും അറിയാതെ പാകിസ്ഥാൻ്റെ എത്ര സൈനിക കേന്ദ്രങ്ങളെ തകർത്തു എന്നൊരു ചോദ്യം രാഹുൽ ഗാന്ധി ചോദിച്ചോ? ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ ഗാന്ധി എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ തകർത്തു, എത്ര സൈനിക കേന്ദ്രങ്ങൾ തകർത്തു, എത്ര ഡ്രോണുകൾ തകർത്തു ചോദിച്ചിട്ടുണ്ടോ? അതിന് പകരം നേരെ തിരിച്ചല്ലേ ചോദിക്കുന്നത്. ചെയ്തത് തെറ്റിപ്പോയി, യുദ്ധം നിർത്തിയത് മോശമായിപ്പോയി, യുദ്ധം തുടങ്ങുമ്പോൾ യുദ്ധം വേണ്ടാന്ന് പറഞ്ഞ ആളുകൾ യുദ്ധം നിർത്തുമ്പോൾ യുദ്ധം നിർത്തി എന്ന് പറയാം. യുദ്ധമേ ആയിട്ടില്ല, അഥവാ യുദ്ധം ആയിട്ടുണ്ടെങ്കിൽ തന്നെ ആ യുദ്ധം നിർത്തിയിട്ടില്ല. നമ്മളെടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും വളരെ കൃത്യമായ കാര്യങ്ങളോടുകൂടി മുന്നോട്ട് പോവുകയാണ്. പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയും കൂട്ടരും കേന്ദ്ര സർക്കാരിനെ പഴിക്കുമ്പോൾ വേറൊരു ഭാഗത്ത്, അതായത് ഇദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവ് പറഞ്ഞത് ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതിൻ്റെ പേരിൽ കാശ്മീരിലെ ജനങ്ങളാണ് ഇത് ചെയ്തത്. കാശ്മീരിലെ ജനങ്ങൾ 370 എടുത്തു മാറ്റിയതിൻ്റെ വൈരാഗ്യം, വിദ്വേഷം, വിഷമം, പ്രയാസം പ്രകടിപ്പിച്ചതാണ് പഹൽഗാം എന്ന് പറഞ്ഞതാരാ? ഇദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവല്ലേ, റോബർട്ട് വധേര. ആ റോബർട്ട് വധേരക്കെതിരെ ഇതല്ല നിങ്ങൾ പറയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിത് പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായോ? കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കർണാടകയിലെ സീതാരാമയ്യ എന്താ പറഞ്ഞത്? എന്ത് സമീപനം സ്വീകരിച്ചത്? കേരളത്തിലെ INC എന്ത് സമീപനം സ്വീകരിച്ചത്? അപ്പം തുടക്കത്തിലെടുത്തിട്ടുള്ള ഇവരുടെ സമീപനത്തിനെതിരായിട്ട് ഇന്ത്യ എന്ന വികാരവും വിചാരവും ഇല്ലാത്ത, ഇന്ത്യയുടെ ഗർഭപാത്രത്തിൽ പറക്കാത്ത രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ എന്ന വികാരവും വിചാരവും ഇല്ലാത്ത. ഞാൻ അങ്ങേലേക്ക് വരാം. അങ്ങ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ശശി തരൂർ പറഞ്ഞതായി, രാഷ്ട്രവും രാഷ്ട്രീയവും നമുക്ക് അതിലേക്ക് ചർച്ചയുടെ മറ്റൊരു ഘട്ടത്തിൽ കാര്യമായി വരേണ്ടതുണ്ട്.